പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മഴയും തണുപ്പും അതുകൊണ്ട് തന്നെ കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ പലരും പങ്കുവയ്ക്കുകയുണ്ടായി. അത് സങ്കടപ്പാനുള്ള കാരണം എന്താണെങ്കിലും മടിമൂലം അവിടെ കിടക്കുകയാണ്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, ആത്മീയതയ്ക്ക് അവധി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയറി പോരുക ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി, ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് രാത്രിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ കർത്താവ് നാളെ മഴയായാലും വെയിലാണെങ്കിലൊക്കെ ഞാൻ ബലി അർപ്പിക്കും എന്ന തീരുമാനം എടുത്തിട്ട് വേണമെന്ന് കിടക്കാനായിട്ട് കേട്ടോ. നന്മ നിറഞ്ഞ മറിയുമെന്ന് ജപം ചൊല്ലി കിടക്കുക. കർത്താവ് നിങ്ങളെ ദൂതന്മാരിലൂടെ വിളിച്ചുണർത്തും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹബക്കൂക്ക് 3:17. അവിടെ ഒരു ശരിക്കും വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാണോ, ശരിക്കുള്ള ഒരു ഫോളോവർ ആണോ, അതോ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനിയാണോ എന്ന് അറിയാനുള്ള ഒരു വചനമാണ് നാം ധ്യാനിക്കുന്നത്. വചനം ഹബക്കൂക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അതായത് ഭൗതികമായത് മുഴുവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അതൊന്നും എന്നെ മാറ്റുകയില്ല. നമ്മളന്ന് ചിന്തിക്കുക സഹോദരൻ, കുഞ്ഞൊരു പ്രയാസം വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരാൾക്ക് രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി സാമ്പത്തിക നഷ്ടം വരുമ്പോൾ നമ്മൾ എന്താ പറയുക? സാധാരണ വീട്ടിൽ ആരെങ്കിലും ഇച്ചിരി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ പറയും, നിന്റെ പ്രാർത്ഥന എന്ന് തീരുന്നോ അന്നേ ഈ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ, അല്ലേ? അങ്ങനെ ശരിക്കും നിഷേധാത്മകമായ ഒരു സംഭവം. കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ വല്ലപ്പോഴും കുമ്പസാരിക്കുന്നുണ്ടാകും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ യാന്ത്രികമായിട്ട് പങ്കെടുക്കുന്നുണ്ടാകാം. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഒരു പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ ദുർബലരാകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ ഈ ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കുമ്പോൾ, ദൈവമേ, യേശു ഒഴികെ വേറെ എന്തും എനിക്ക് നഷ്ടപ്പെട്ടാലും ദുഃഖിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഒരഭിഷേകം. യേശുവിനെ നഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ദുഃഖിക്കണം. യേശു ഒഴികെ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ട ഒരു ആനന്ദം കർത്താവ് എനിക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനകൾ, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനകൾ മുടക്കും അവധിയൊക്കെ കിട്ടുകയാണെങ്കിൽ ധാരാളം സമയം നമ്മൾ പ്രാർത്ഥനകളിൽ ചെലവഴിക്കാനായിട്ട് എത്രമാത്രം യേശുവിലേക്ക് ഒരു വ്യക്തി അടുക്കുന്നു അത്രമാത്രം അവൻ പ്രതികൂലങ്ങൾ അതിജീവിക്കാൻ വേണ്ട കൃപ അവനെ കർത്താവ് തരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ ഒരു കുടുംബമാണല്ലോ കർത്താവേ, ഞങ്ങൾ വീഡിയോ കുടുംബം. നിങ്ങൾ അച്ഛനെ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ, നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ, അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കാണാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങൾ ഓടി വന്ന് പരിചയപ്പെടണം. എന്താ വെച്ചാൽ എല്ലാ ദിവസവും അച്ഛനും വീഡിയോ കാണുന്നുണ്ട്. അതൊരു വലിയൊരു കൂട്ടായ്മയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.